ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ സ്തോത്രം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നാം ഒരു മായയായ ലോകത്തിൽ നാം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന് ഇൻപമായതും നാം അറിഞ്ഞതും കേട്ടതുമായ മാനുഷികമായ ജ്ഞാനത്തിൽ സ്തോത്രം സമ്പാദിച്ചതുമായ എല്ലാ സ്തോത്രം എല്ലാ ഭൗമിക ജ്ഞാനത്തേക്കാൾ ഉപരിയായി നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയെ സ്തോത്രം ഇത്ര മനോഹരമായ ഒരു പണിത ഒരു ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, നാം കാണുന്ന നമ്മുടെ കണ്ണുകൾ കാണുന്ന ഈ യാഥാർത്ഥ്യങ്ങളെക്കാൾ ഹല്ലേലൂയ പരമസത്യമാണ് അദൃശ്യനായ ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ അനേകർ കേട്ടിട്ടുണ്ട്. നിരീശ്വരവാദികളും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ദൈവങ്ങളെ പല രീതിയിൽ സ്തോത്രം പല കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലോകത്തിൻ്റെ നടുവിലെത്ര നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ സ്തോത്രം സ്തോത്രം യേശുവിനെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബൈബിളിൻ്റെ ബൈബിൾ സ്തോത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്തോത്രം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഹല്ലേലൂയ സ്തോത്രം ഒരു ആത്മരക്ഷ ഹല്ലേലൂയ അല്ലെങ്കിൽ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. മരണാനന്തര ജീവിതത്തെ ബൈബിൾ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. കേവലം മരണം കൊണ്ട് അല്ലെങ്കിൽ അവസാനിക്കുന്നതല്ല മനുഷ്യജീവിതം. മരണത്തിന് ശേഷം ഹല്ലേലൂയ ഒരു നിത്യജീവൻ ഉണ്ട് എന്ന് സ്തോത്രം ബൈബിൾ നമുക്ക് സ്തോത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്തോത്രം ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദ്യം നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നാം ആരാണ്? ഹല്ലേലൂയ. ഞാൻ ആരാണ്? ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ചത് ആരാണ്? ഹല്ലേലൂയ. എൻ്റെ ശരീരത്തെ മെടഞ്ഞത് ആരാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം എന്നെ മെടഞ്ഞ അല്ലെങ്കിൽ എന്നെ സ്തോത്രം ഉരുവാക്കിയത് എന്നെ സൃഷ്ടിച്ചത് ആരാണ്? ഹല്ലേലൂയ. ദൈവത്തെ നാം അന്വേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ദൈവത്തെ നാം അന്വേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിൽ എത്ര സ്തോത്രം നിമിഷം അല്ലെങ്കിൽ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ നാം അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഹല്ലേലൂയ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ സ്തോത്രം നമ്മെ സമർപ്പിക്കുവാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രികാലം സ്തോത്രം ഒരു സമർപ്പണത്തോടുകൂടെ ആത്മസമർപ്പണത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം ഇന്ന് രാത്രികാലം ഞാൻ ഉയർത്തുവാൻ പോകുന്നത് സ്തോത്രം ഒരു സർവ്വശക്തിയുള്ള ദൈവത്തെയാണ്. ഹല്ലേലൂയ. അവൻ്റെ പേരെത്രേ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, സ്തോത്രം, നിങ്ങൾ സ്തോത്രം ഇതുവരെയും ഈ ലോകത്തിന് വേണ്ടി ഓടി, ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി, ആമേൻ, ഒന്നും സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല, നിരാശയോടുകൂടെ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ആമേൻ സ്തോത്രം കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അവൻ്റെ പേരത്ര യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിങ്ങൾ ഭയത്തോടുകൂടെ ആയിരിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഭയം, ഹല്ലേലൂയ, രോഗത്തെക്കുറിച്ചുള്ള ഭയം, മരണഭയം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉറങ്ങുവാൻ കഴിയാത്തൊരവസ്ഥയിലാണോ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ഏക സത്യദൈവം യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ആമേൻ. അവനിൽ വിശ്വസിക്കുന്ന, ആരിൽ വിശ്വസിക്കുന്ന? യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനും പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആമേൻ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നാം സ്തോത്രം ഈ ഭൂമിയിൽ ആമേൻ സ്തോത്രം ജീവിച്ചാൽ, ആമേൻ സ്തോത്രം, ഒരു നാൾ സ്തോത്രം മരണം നമ്മളെ തേടി വരും. ഹല്ലേലൂയ. ഒരു നാൾ ഞാനും നിങ്ങളും മരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ആമേൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം സ്തോത്രം ആമേൻ ഭയം കൂടാതെ നിൽക്കണമെങ്കിൽ, ആമേൻ ഭൂമിയിൽ ജീവിക്കുന്ന നാളിൽ നാം ജീവനുള്ള ദൈവത്തെ കണ്ടിരിക്കണം. അല്ലെങ്കിൽ സ്തോത്രം അവൻ്റെ സ്തോത്രം നിത്യതയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. ആമേൻ സ്തോത്രം. രക്ഷ ആമേൻ സ്തോത്രം എങ്ങനെ ഒരു മനുഷ്യന് ലഭിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ സ്തോത്രം മാക്സിമം ചെയ്യാവുന്ന എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടിയ വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായാലും അത് ഹിമം പോലെ വെളുക്കും, അത് പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. അവൻ്റെ പേരത്ര യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ്റെ നാമം നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം നമുക്ക് പ്രത്യാശ നൽകും. യേശുവിൽ വിശ്വസിക്കുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം നിന്നെ സ്തോത്രം ഹല്ലേലൂയ ദൈവം സ്തോത്രം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കണം പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൗമിക ജീവിതത്തിൽ ഹല്ലേലൂയ കുറേ വസ്തുവകകൾ സംഭാവിച്ച് ആമേൻ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും സ്തോത്ര നന്മകൾ പ്രാപിച്ചാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു നാൾ നമ്മെ സ്തോത്രം ഹല്ലേലൂയ മരണം മാടി വിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ആ നിത്യതയായിരിക്കും പ്രിയമുള്ളവരെ. ഇന്ന് രാത്രികളെ മനസ്സ് തിരിഞ്ഞ് രൂപാന്തരപ്പെടുവാൻ ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഉറ്റവർ നിങ്ങളെ മറന്നിരിക്കാം. ആമേൻ അമ്മയും ആമേൻ സ്തോത്രം അപ്പനും എല്ലാം നിങ്ങളെ വിട്ട് മാറിപ്പോയിരിക്കാം. ആമേൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കാം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിങ്ങളെ സ്തോത്രം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രികൾ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികൾ സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനം 139 ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 13 ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. നീയല്ലോ എന്നെ അന്തരംഗങ്ങളിൽ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, ഒരു സ്തോത്രം ഹല്ലേലൂയ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു ഉരുവാക്കപ്പെടുമ്പോൾ ഒരു പിണ്ടാകാരമായ അല്ലെങ്കിൽ സ്തോത്രം ഒരു പൊട്ടുപോലുള്ള സ്തോത്രം
ആമേൻ ആയിരുന്ന നമ്മെ ആമേൻ സ്തോത്രം ഹാലലുയ നമ്മുടെ അസ്ഥികളൊക്കെയും ദൈവം മെനഞ്ഞു. ഹാലലുയ ആമേൻ സ്തോത്രം നമ്മുടെ ശരീരത്തിൽ കാണുന്ന ആമേൻ എല്ലാ അവയവങ്ങളെയും ദൈവം സൃഷ്ടിച്ച് ഉരുവാക്കി. ഹാലലുയ ദൈവം സ്തോത്രം ദൈവത്തിൻ്റെ കരസ്പർശം ഏൽക്കാത്ത നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഭാഗം പോലുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ ഇന്ന് രാത്രികളും സ്തോത്രം. ഹാലലിയ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആമേൻ ഞാൻ ആരാണ്? ഹാലലിയ എൻ്റെ ശരീരത്തിനകത്ത് ആമേൻ സ്തോത്രം നിർമ്മിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം അനേകം സ്തോത്രം ഹാലലിയ യന്ത്രഭാഗങ്ങൾ പോലുള്ള ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ ശരീരത്തിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം അവയവങ്ങൾ ഓരോന്നും സ്തോത്രം ഭയങ്കരവും അതിശയകരമായി നിന്നെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഹാലലിയ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് രാത്രികൾ നന്ദി പറയുവാൻ കഴിയുമോ? ഹാലലിയ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞ ദൈവം, നമ്മെ ഉരുവാക്കിയ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം. ഹാലലുയ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നന്ദിയുള്ള ഹൃദയമായിരിക്കണം. ഹാലലുയ ആമേൻ സ്തോത്രം. എന്നെ സൃഷ്ടിച്ചതിനായി എനിക്ക് ജീവൻ തന്ന ദൈവത്തിന് ഹാലലുയ, ഇതുവരെ എന്നെ നടത്തിയ ദൈവത്തിന്, ഇതുവരെ എനിക്ക് സുഖം തന്ന ദൈവത്തിന്, ഇതുവരെ എന്നെ ബലത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആമേൻ അനേകർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ അനേകർ സ്തോത്രം ഹാലലുയ നിലച്ചിരിക്കാത്ത നേരത്തിൽ മരണം അവരെ തേടി വന്നപ്പോൾ ഇതുവരെയും ആമേൻ സ്തോത്രം നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം പരിപാലിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ആ യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഹാലലുയ ആമേൻ ഹാലലുയ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഹാലലുയ നാം എഴുന്നേറ്റ് നിൽക്കുന്നത്, ഞാൻ സ്തോത്രം ആമേൻ സ്തോത്രം ഉറങ്ങുന്നത് എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹാലലുയ നമ്മെ ആമേൻ സ്തോത്രം എൻ്റെ ആമേൻ 3-ാം വാക്യം 130 സങ്കീർത്തനം 139 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരുന്നു. ഹാലലുയ ആമേൻ ഹാലലുയ എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഹാലലുയ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഹാലലുയ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. ഹാലലുയ നമ്മുടെ ഓരോ സ്പന്ദനവും അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞു നോക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം. ഹാലലുയ ആമേൻ നമ്മെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം. ഹാലലുയ ആമേൻ ഇന്ന് രാത്രികാലം സ്തോത്രം. ഹാലലുയ ആമേൻ ഞാൻ ഉറങ്ങുന്നത് അറിയുന്ന ദൈവം. ആമേൻ ഹാലലുയ ഞാൻ എവിടെ ആയിരുന്നാലും സ്തോത്രം. ഹാലലുയ ആമേൻ സ്തോത്രം. ഞാൻ ഹാലലുയ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും അതറിയുന്ന ദൈവമാണ് യേശു ക്രിസ്തു. ഹാലലുയ ആമേൻ സ്തോത്രം. ഹാലലുയ യോന ഹാലലുയ ആമേൻ സ്തോത്രം. യോന സ്തോത്രം. ഹാലലുയ യോനയെ ദൈവം സ്തോത്രം ഹാലലുയ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചു. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഹാലലുയ അവൻ ദൈവഹിതത്തിന് വിരുദ്ധമായി അവൻ സഞ്ചരിച്ചപ്പോൾ അവനും പ്രശ്നം തുടങ്ങി, അവനോട് കൂടെ ഉണ്ടായിരുന്നവർക്കും പ്രശ്നമാണ്. ഹാലലുയ ഹാലലുയ ആമേൻ ഹാലലുയ അവൻ സ്തോത്രം കപ്പലിനടിയിൽ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആമേൻ സ്തോത്രം. ഹാലലുയ അവൻ സുഖമായി ഉറങ്ങുമ്പോഴും അവൻ്റെ സ്തോത്രം അവനായിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും അവനായിരുന്ന ആമേൻ സ്തോത്രം ആ പടകിൻ്റെ മേൽ ആമേൻ സ്തോത്രം കാറ്റും കോളും മാഞ്ഞടിച്ചു. പ്രിയമുള്ളവരെ, അവനോട് കൂടെ ഇരുന്നവരെല്ലാം സ്തോത്രം ഭയപ്പെട്ടു. ഹാലലുയ പ്രിയമുള്ളവരെ, ഹാലലുയ ആമേൻ ഇന്ന് രാത്രികാലം ഹാലലുയ ആമേൻ സ്തോത്രം നമ്മെക്കുറിച്ചൊരു ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്തോത്രം നമ്മെ ഇന്ന് രാത്രി സമർപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമുക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ കാറ്റും കോളും ആമേൻ സ്തോത്രം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം നീ ഒരു സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി സ്തോത്രം എന്തെങ്കിലും ചെയ്യുവാൻ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ ഭൂമിയുടെ പരപ്പിൽ ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി സ്തോത്രം ഹാലലിയ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ, കരങ്ങളെ സമർപ്പിച്ചാട്ടെ, കൈകാലുകളെ സമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ലോകത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്തു, ലോകത്തിന് വേണ്ടി പലതിനും ഓടി. ഹാലലുയ പലതിൻ്റെയും പിൻപിൽ ഓടി. എന്നാൽ സ്തോത്രം ഹാലലുയ ഇനി ഞാൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ലോകവും മോഹവും ഒഴിഞ്ഞു പോകും.
ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്ക് നിലനിൽക്കും. ഹാലലുയ. ആമേൻ. ദൈവേഷ്ടം ചെയ്യുവാൻ ആമേൻ നമ്മുടെ ഹൃദയങ്ങളെ സ്തോത്രം സമർപ്പിച്ചാട്ടെ. ഹാലലുയ. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹാലലുയ ആ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് വലിയ സന്തോഷമുണ്ടായി. ഹാലലുയ. ആമേൻ സ്തോത്രം. ഒരു സ്തോത്രം കല്യാണ വീട് പോലെ ഹാലലുയ ആമേൻ സ്തോത്രം സന്തോഷിക്കുവാനിടയായിത്തീർന്നു. ആമേൻ ഹാലലുയ. കാളക്കുട്ടി അറുത്ത് ഹാലലുയ ആമേൻ സ്തോത്രം ഭക്ഷണം ഹാലലുയ ആമേൻ സുഖത്തോടുകൂടെ ആമേൻ സ്തോത്രം ഹാലലുയ സന്തോഷത്തോടുകൂടെ ആമേൻ സ്തോത്രം ആ വീട്ടിനകത്ത് വലിയൊരു സ്തോത്രം ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം സന്തോഷം ലഭിച്ചുവെങ്കിൽ ആമേൻ ഇന്ന് രാത്രി നീ മടങ്ങി വന്നാൽ ഒരു സ്വർഗം സന്തോഷിക്കും. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. ഹാലലുയ ഇന്ന് രാത്രികാലം ഹാലലുയ ആമേൻ സ്തോത്രം ഞാൻ ഹാലലുയ ആമേൻ ഞാനൊരു ഭാവിയാണെന്ന് സ്തോത്രം ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് ആമേൻ പറഞ്ഞാട്ടെ. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ഒരു യേശു കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ അവൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആമേൻ ഹാലലുയ ഏകൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകൻ്റെ സ്തോത്രം ഹാലലുയ ഏകൻ്റെ സ്തോത്ര അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹാലലുയ നിങ്ങൾ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് ജാതിക്കാരനായിക്കൊള്ളട്ടെ, ഏത് മതസ്ഥനായിക്കൊള്ളട്ടെ, ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ വിശ്വസിച്ചാൽ നീയും ആമേൻ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹാലലുയ ആമേൻ സ്തോത്രം. ലോകം തരുന്ന സമാധാനമല്ല, നിത്യ സമാധാനത്താൽ നമ്മെ നിറയ്ക്കുവാൻ കഴിയുന്ന ആമേൻ ഏക രക്ഷിതാവ് യേശു ക്രിസ്തു മാത്രം. ഹാലലുയ ആമേൻ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹാലലുയ ആമേൻ ഹാലലുയ. ഇന്ന് രാത്രികാലം സ്തോത്രം കേട്ട വചനം ആമേൻ സ്തോത്രം നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഹാലലുയ. ഗോഡ് ബ്ലസ് യു. ആമേൻ.